കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ സാധിക്കുന്നതും അതോടൊപ്പം തന്നെ ഒരു ഈവനിങ് സ്നാക്കായിട്ട് സെർവ് ചെയ്യാൻ സാധിക്കുന്ന ഈസി വെജ് സാൻഡ്വിച്ചാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് 1/4 കപ്പ്, കുക്കുംബർ ചോപ്പ് ചെയ്തത് 1/4 കപ്പ്. ക്യാരറ്റും കുക്കുംബറും ഒക്കെ ചോപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് ഗ്രേറ്റ് ചെയ്തും ഇടാവുന്നതാണ്. ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് 1/4 കപ്പ്. ക്യാപ്സിക്കം ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ക്യാബേജ് ചോപ്പ് ചെയ്തത് 1/4 കപ്പ്. അടുത്തതായി ഒരു ചെറിയ തക്കാളി അതിനകത്തെ കുരു കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഇതും 1/4 കപ്പോളം ഉണ്ട്. അല്പം മല്ലിയില ചോപ്പ് ചെയ്തത്, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ വെജിറ്റബിൾസും ഇപ്പോൾ ചേർത്തത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്കിഷ്ടമുള്ളത് ചേർക്കാവുന്നതാണ്. ഇതുകൂടാതെ സവോള, ലെറ്റ്യൂസ്, അവോക്കാഡോ, അതുപോലെ തന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ഉപ്പ് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി ഫ്രഷായിട്ട് പൊടിച്ചെടുത്തത് 1/4 ടീസ്പൂൺ, ഉണക്കമുളക് ചതച്ചത് അതായത് ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ പകരം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താൽ മതിയാകും. ഏറ്റവും അവസാനമായി മയോനൈസ് 3 ടേബിൾ സ്പൂൺ. മയോനൈസ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് കടയിൽ കിട്ടുന്ന മയോനൈസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ടോട്ടൽ 1/4 കപ്പ് വെജിറ്റബിൾസ് ആണ്. ഇതുപയോഗിച്ച് ബ്രെഡിന്റെ വലിപ്പം അനുസരിച്ചിട്ട് 2 മുതൽ 3 സാൻഡ്വിച്ച് വരെ തയ്യാറാക്കാൻ സാധിക്കും. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപയോഗിച്ച് എങ്ങനെ സാൻഡ്വിച്ച് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 വലിയ ബ്രെഡ് സ്ലൈസുകൾ എടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് 2 സാൻഡ്വിച്ച് തയ്യാറാക്കാം. ആദ്യമായിട്ട് അല്പം ബട്ടർ എടുത്ത് ഒരു ബ്രെഡ് സ്ലൈസിൽ പുരട്ടുക. അതുപോലെ തന്നെ മറ്റൊരു ബ്രെഡ് സ്ലൈസിൽ കൂടി ബട്ടർ പുരട്ടുക. പിന്നീട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അല്പം എടുത്ത് ബട്ടർ പുരട്ടി വെച്ചിരിക്കുന്ന ഒരു ബ്രെഡ് സ്ലൈസിന് മുകളിൽ നിരത്തുക. പിന്നീട് ബട്ടർ പുരട്ടി വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ബ്രെഡ് സ്ലൈസ് എടുത്ത് ഇതിന് മുകളിലേക്ക് കമഴ്ത്തുക. പിന്നീട് കൈകൊണ്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് ഉറപ്പിക്കുക. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സാൻഡ്വിച്ച് അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ബാലൻസ് ഉള്ള ബ്രെഡ് സ്ലൈസ് ഉപയോഗിച്ചും സാൻഡ്വിച്ച് അസംബിൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ച് സാൻഡ്വിച്ചിന്റെ 4 വശങ്ങളും ഇതുപോലെ കട്ട് ചെയ്തു മാറ്റുക. പിന്നീട് സാൻഡ്വിച്ച് ഇതുപോലെ 2ആയിട്ടോ അതല്ലെങ്കിൽ 4ആയിട്ടോ മുറിക്കുക. ഇത് ഒരു ഈസി സാൻഡ്വിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തയ്യാറാക്കാൻ സാധിക്കുന്ന ഈ സാൻഡ്വിച്ച് നിങ്ങൾ തയ്യാറാക്കി നോക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി കാത്തിരിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.